PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ UDF സർക്കാർ മുൻ സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനാൽ പദ്ധതി തുടരാൻ നിർബന്ധിതരായെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് അറിയിച്ച് LDF സർക്കാർ കത്തയച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തുടർ നടപടികൾ നിശ്ചയിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി കൺവീനറായി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. ആശയപരമായ എതിർപ്പുണ്ടെങ്കിലും മുൻ സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതുകൊണ്ട് മാത്രം PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചത്. ഇപ്പൊ ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയാണ്. നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. നമ്മൾ ഇതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ സർക്കാരിനുള്ള അവകാശങ്ങൾ ബലി കഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതിലേ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. പദ്ധതി നടപ്പിലാക്കുമ്പോൾ പാഠ്യപദ്ധതിയിലും സ്കൂളുകളുടെ പട്ടിക തീരുമാനിക്കുന്നതിലും കേന്ദ്ര സർക്കാർ ഇടപെടരുതെന്ന് ആവശ്യപ്പെടും. തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചു. PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിൻ്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഷംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി M. ജോൺ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ M. ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റി മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി വർഗീയ അജണ്ട നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിച്ചത് മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കി. ഈ തീരുമാനം ഒപ്പുവെക്കാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുള്ളത് 1100 കോടി രൂപ കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട്. പണം ഇപ്പോൾ 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. ഈ പണം എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന ഔദാര്യമല്ലല്ലോ. നമ്മൾ ഈ പണം നമുക്ക് വേണ്ടേ? PM ശ്രീ പദ്ധതിയുമായി എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ രാജ്യത്തെ BJP ഇതര സംസ്ഥാന സർക്കാരുകളുമായി ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.